റൂട്ട് ഓഫ് 0.64 ഇസ് സമം 0.8. റൂട്ട് ഓഫ് 0.36 സമം 0.6 എങ്കിൽ റൂട്ട് ഓഫ് 0.64 ഇൻറ്റു 0.36 എത്ര എന്നാണ് ചോദ്യം. നിങ്ങൾ ചെയ്ത് നോക്കൂ. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇടപെടാം. കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, വളരെ നല്ലത്. വീണയുടെ ഉത്തരം ശരിയല്ല. കിട്ടുന്നില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ആ വലിയ വലിയ റൂട്ടില്ല. വലിയ റൂട്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എ ഇൻറ്റു ബി എന്ന് എഴുതും. വലിയ റൂട്ട് ഇട്ടിട്ട് റൂട്ട് ഓഫ് എ ഇൻറ്റു ബി is equal to root a into root b. root a into root b. അതൊന്ന് പഠിച്ചു വെച്ചാൽ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരും? റൂട്ട് ഓഫ് 0.64 ഇൻറ്റു റൂട്ട് ഓഫ് 0.36 എന്നാണ്. അപ്പൊ എങ്ങനെ വരും? റൂട്ട് ഓഫ് 0.64 ഇൻറ്റു റൂട്ട് ഓഫ് 0.36 എന്ന് വരും. വൈറ്റ് ബോർഡ് എഴുതാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ടാണ് ഞാനത് എഴുതാത്തത്. പക്ഷെ അതിന്റെ മുകളിൽ ഒരു ഉത്തരം തന്നിട്ടുണ്ട്. എന്താണ്? റൂട്ട് ഓഫ് 0.6 ഈസ് ഈക്വൽ ടു 0.8 എന്ന് തന്നിട്ടുണ്ട്. അത് ആദ്യ ചോദ്യത്തിൽ തന്നതാ. അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് 0.64 പകരം എന്ത് എഴുതാം? 0.8 എന്ന് എഴുതാം. ഇനി റൂട്ട് ഓഫ് 0.36 പകരം എന്ത് എഴുതാം? 0.6 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0.8 ഇൻറ്റു 0.6 എന്ന് കിട്ടി. ഇനി ഇത് മൾട്ടിപ്ലൈ ഗുണിക്കണം. ഗുണിക്കുമ്പോഴുള്ള നിയമങ്ങൾ എന്തൊക്കെയാ? പോയിന്റ് ഇല്ല എന്ന് കരുതിയിട്ട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടി? 8 48. 8 ഇൻറ്റു 6 48. ഇനി എത്ര പോയിന്റ് ഉണ്ട്? 0.8 ഒന്നുണ്ട്, 0.6 ഒന്നുണ്ട്. അപ്പൊ 1 1 2. അപ്പൊ ആ 2 സ്ഥാനം വലത്തു നിന്ന് ഇടത്തോട്ട് നീക്കണം. വലത്തു നിന്ന് ഇടത്തോട്ട്, ഇടത്തുനിന്ന് വലത്തോട്ടല്ല, വലത്തു നിന്ന് ഇടത്തോട്ട്. അപ്പൊ എങ്ങനെ വരും? 4ഉം 8ഉം കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് വരും. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരിക? 0.48 ആണ് ആൻസർ. 0.48. ഓക്കെ, നമിത ഓക്കെ ആയാൽ അടുത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മളൊരു നിയമം പഠിച്ചു. എന്താണ്? ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ദശാംശം ഇല്ല എന്ന് വിചാരിച്ച് ഗുണിച്ച് എഴുതണം. പിന്നെ മൊത്തത്തിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് അതിനനുസരിച്ചിട്ട് മാറ്റണം. ഉദാഹരണത്തിന് ഇപ്പോ 0.06 എന്നായിരുന്നു ഇവിടെ വിചാരിക്കാം. ഈ കണക്കല്ല കേട്ടോ, ഈ കണക്കുമായിട്ട് ബന്ധമില്ല. ഇങ്ങനെ ആയിരുന്നു വിചാരിക്കാം. 0.8 ഇൻറ്റു 0.06 ആയിരുന്നു വിചാരിക്കാം. അപ്പൊ എത്ര ദശാംശ സ്ഥാനം നീക്കണം? 0.8 1,
പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട്, എത്ര ഇത് അക്കങ്ങളുണ്ട് എണ്ണിയാൽ മതി. 0 പോയിന്റ് കഴിഞ്ഞാൽ ഒരു 8 ഉണ്ട്. അപ്പൊ അവിടെ 1, പിന്നെ മറ്റോടത്ത് 2. അപ്പോ നമ്മൾ എത്ര 2, 1, 3 നീക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? ആ സാധനം കഴിഞ്ഞിട്ട് 0.048 എന്ന് വരും, അല്ലെങ്കിൽ 0.048. അപ്പൊ അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ഞാനിവിടെ എഴുതാൻ നോക്കാം. 12.4 ഇൻറ്റു 15.3 ബൈ 3.1 ഇൻറ്റു 5.1 സമം 12. ഇതെല്ലാം കൂടി ചെയ്താൽ ഉത്തരം 12 കിട്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സൗകര്യം, നമ്മൾ ഗുണിക്കുമായിരിക്കൊന്നും വേണ്ട. എങ്കിൽ പക്ഷെ ഞാൻ അവിടെ എഴുതാം. 153 ഇൻറ്റു 12.4 ബൈ 51 ഇൻറ്റു 3.1. ഇത് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിരുന്നെങ്കിൽ ചാറ്റ് ചെയ്യാം.
കിട്ടുന്നില്ല എന്ന് പറയും. ഇല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ്. എന്തായാലും 12മായി കണക്റ്റഡ് ആണ്, സംശയമില്ലല്ലോ. ഇതിന്റെ ആൻസറിൽ 12 വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. 12 വരും, ഉറപ്പാ. ഇനി അതിന് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമെന്ന് മാത്രം ശ്രദ്ധിക്കുള്ളൂ. ഇനി മറ്റേലേക്ക് നോക്കൂ. ആദ്യത്തെ ഇതിലേക്ക് 12.4, അവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട് അല്ലെ? അപ്പൊ അവിടെ ഒന്നുണ്ട്. 15.3 ഒന്നുണ്ട്. അപ്പൊ മൊത്തം അംശത്തിൽ 2, 1 1 2. ഛേദത്തിലോ അതും 2ആണ്. ഹരണമാകുമ്പോൾ 2ന്ന് 2 കുറയ്ക്കുക ചെയ്യും. ഹരണമായി ബൈ എന്ന് പറഞ്ഞാൽ ഹരണം എന്നാണ്. ബൈ എന്ന് പറഞ്ഞാൽ ഹരണം എന്നാണ്. അപ്പൊ 2ന്ന് 2 കുറച്ചപ്പോ 0. അപ്പൊ ഒരു സ്ഥാനവും വേണ്ട, ഉത്തരം തന്നെയാണ് എന്നാണ്. ഇവിടെയോ മേലെ താഴെ എന്താ സംഭവിച്ചത്? താഴെ 153 ദശാംശം ഇല്ല, 12.4 ഒന്നുണ്ട്. ഛേദത്തിലോ 51 ഇല്ല, 3.1 ഒന്നുണ്ട്. അപ്പൊ മേലെ അംശത്തിൽ ഒന്നുണ്ട്, ഛേദത്തിൽ ഒന്നുണ്ട്. 1 1 പോയാൽ 0. അപ്പൊ അവിടെയും 0. അപ്പൊ ഉത്തരത്തിൽ മാറ്റം വരുമോ? വരില്ല. അപ്പൊ ആൻസർ 12 എന്ന് തന്നെയാണ് ആൻസർ. ഇനി ചിലപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഒന്നും അങ്ങോട്ടും കൂടെ മാറ്റി നോക്കാം. എന്താ ഇങ്ങനെയായിരുന്നു ചോദ്യം വിചാരിക്കുക. നമുക്ക് അങ്ങോട്ടും കൂടെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇതിന് പകരം ഇവിടെ ഒരു 0.31 ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? മേലെ 1 ഉണ്ട്, താഴെ 2 ഉണ്ട്. 1ൽ നിന്ന് 2 കുറച്ചാൽ എന്താ? മൈനസ് ഒന്നും കണക്കൂട്ടണ്ട. 1 കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ 0 ആയി. പിന്നെ 1 ബാക്കിയുണ്ട്. ആ 1ന് പകരം എന്ത് ചെയ്യണം? ആ 1ന് പകരം 12ന്റെ അപ്പുറത്ത് ഒരു 0 ഇട്ട് കൊടുക്കണം. ഇപ്പൊ 120 ആൻസർ കിട്ടും. ഇനി 0.031 എന്നായിരുന്നു 2 വന്നിരുന്നെങ്കിലോ? അപ്പൊ എന്താ സംഭവിക്കുക? മറ്റേ 153 ഇൻറ്റു 12.4 തന്നെയാണ്. ഇവിടെ 51 ഇൻറ്റു 0.031 എന്ന് വന്നു വിചാരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ മുകളിൽ 1, താഴത്ത് വരും 3 വരും. 3 വരുമ്പോൾ എന്ത് സംഭവിക്കും? 1 1 പോയാൽ 0, പിന്നെ 2 വരും. 2 വരുമ്പോൾ എന്ത് വേണം? ഒരു 0 കൂടി അപ്പുറത്ത് വരും. ഇങ്ങനെയാണ് വരിക. ഇനി അംശത്തിലാണ് വരുന്നതെങ്കിലോ? അംശത്തിൽ വന്നു വിചാരിക്കുക. ഇവിടെ ഒന്നുമില്ല. ഈ 0.31 ഒഴിവാക്കി 0 ഒഴിവാക്കി 31 കാണുന്നുണ്ട്. ഇവിടെ ഇവിടെ മേലെ 1 ഉണ്ട്, താഴെ ഒന്നുമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അതിപ്പോ 153 ഇൻറ്റു 12.4 ബൈ 51 ഇൻറ്റു 31 വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? മുകളിൽ ഒരു സ്ഥാനമുണ്ട്, താഴെ സ്ഥാനമില്ല. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക? 1ന്ന് 0 കുറച്ചാൽ 1. അപ്പൊ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം ഉത്തരത്തിൽ. ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. അപ്പൊ എവിടെ കൊടുക്കാം നമുക്ക്? ആൻസർ എവിടെ മാറും? 1.2 എന്ന്. ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാ, ഓക്കെ ആയാ ഓക്കെ എന്ന് പറയാ, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ തീർത്തു പോവാം. വീണ ഓക്കെ. നമിത ഓക്കെ. അപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ? ശരി. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. പ്രശ്നങ്ങളൊന്നുമില്ല.
ഈ വേറൊരു കണക്ക് എന്ന് പറയുന്നത് എഴുതിക്കോ. റൂട്ട് ഓഫ് 0.025 അത് എത്രയാണെന്നാണ് ചോദ്യം. ഈ കണക്ക് നമ്മൾ എങ്ങനെ ചെയ്യും? റൂട്ടാണ്. റൂട്ടാകുമ്പോൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ദശാംശം ഇല്ല എന്ന് കരുതും. അപ്പൊ എന്താ ഉത്തരം കിട്ടിയത്? ദശാംശം ഇല്ല എന്ന് കരുതുക. ദശാംശം ഇല്ലെങ്കിൽ സംഖ്യ എന്താണ്? 225 225ന്റെ റൂട്ട് എത്ര? നിങ്ങൾ ചുരുങ്ങിയത് ഒരു 20 വരെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ അത് സ്ക്വയേഴ്സ് പഠിച്ചു വെക്കുക മിനിമം. ന്റെ സ്ക്വയർ റൂട്ട് 15 കേട്ടോ, സംശയിക്കണ്ട. 15 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസറിൽ 15 കിട്ടിയിരുന്നു. ഫുള്ളായിട്ടില്ല, ഒരു 15 കിട്ടിയിരുന്നു. 15 എഴുതിയില്ല. ഇനിയുള്ള പ്രശ്നം എന്താ? ഈ നമ്മളിതിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട്? 4 ഉണ്ട് അല്ലേ? 4 ഉണ്ട്. 0 കഴിഞ്ഞിട്ട് 0 എന്നുള്ളത് 1, പിന്നെ 2 എന്നുള്ളത് 2, പിന്നെ 2 കൂടി 3, പിന്നെ 5, 4 സ്ഥാനമുണ്ട്. 4 സ്ഥാനം പിന്നെ സ്ക്വയറിലുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിൽ എത്ര എണ്ണം വേണം? പകുതിയാണ്. പകുതി സ്ഥാനം വേണം. സ്ക്വയറിൽ 4 ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിൽ 2 എണ്ണം വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2 സ്ഥാനം നീക്കുമ്പോൾ എന്ത് സംഭവിക്കും? 15ന്റെ ഇപ്പുറത്ത് പിന്നെ 1 നീക്കിയ 1.5 കിട്ടും. ഒരു സ്ഥാനം നീക്കിയ 1.5 കിട്ടും. 2 എണ്ണം നീക്കിയാലോ? 2 എണ്ണം നീക്കിയാല് 0.15 അല്ലെങ്കിൽ 0.15 അല്ലെങ്കിൽ 0.1. 0.015 വേണ്ട, അത്ര ആവശ്യമില്ല. അപ്പോഴേക്കും 3 അത്ര ആവശ്യമില്ല. 0.15 അത്ര ആവശ്യം. പിന്നെ നിങ്ങൾ പ്രശ്നമൊന്നും വേണമെങ്കിൽ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ മിക്കവാറും 15 എന്നുള്ളത് അതിന് തന്നെ കിട്ടും. 4 ഓപ്ഷൻ കിട്ടുമല്ലോ. 4 ഓപ്ഷനിൽ എന്തായാലും 15 ഉണ്ടാവും. പിന്നെ സ്ഥാനം നീക്കൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ കണക്ക് ഇതുപോലെ എഴുതിക്കോളൂ. റൂട്ട് ഓഫ് 0.3025. റൂട്ട് ഓഫ് 0.3025.
കിട്ടിയ ആൻസർ കിട്ടുന്നില്ല. ഒന്നുമില്ല, നിങ്ങൾ പിന്നെ ഏതിന്റെ സ്ക്വയർ ആണ് 3025 എന്നുള്ള ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം നമുക്കൊരു പിന്നെ 10ന്റെ ആണെങ്കിൽ എവിടെ 100-ലെത്തും. അപ്പൊ 20 ആണെങ്കിൽ 400 വരുന്നത്. 45 അല്ല, 45 കിട്ടില്ല. 45 കൂട്ടിയാൽ 2000-ന്റെ മേലേക്ക് കുറച്ചൊക്കെ പോകുള്ളൂ. 45 അല്ല, 55 കിട്ടും. അങ്ങനെ നമ്മൾ 10 കൊടുത്തൊക്കെ 20 എടുക്കുക, 30, 40, 50. 50 ആകുമ്പോൾ 2500 60 ആകുമ്പോൾ 3600 ആയിപ്പോയി. 2500-നും 3600-നും ഇടയിലാണ് ഈ സംഖ്യ വരുന്നത്. അപ്പൊ 50-നും 60-നും ഇടയിലാണ്. 50-നും 60-നും ഇടയിലാണെങ്കിൽ പിന്നെ ഗുണിച്ചാൽ ലാസ്റ്റിൽ പിന്നെ ഒറ്റയുടെ സ്ഥാനത്ത് 5 കിട്ടണമെങ്കിൽ ഏതേ പറ്റുള്ളൂ? അവിടെ 5 പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 55 ആയിരിക്കും അതിന്റെ ആൻസർ. അല്ലെങ്കിൽ 55-ന് 55 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 55-ന് ആൻസർ കിട്ടും. ഇനിയുള്ള പ്രശ്നം എന്താ? എത്ര സ്ഥാനമുണ്ട് അവിടെ? 4 സ്ഥാനമുണ്ട്. നേരത്തെ പോലെ തന്നെ 4 സ്ഥാനമുണ്ട്. ആ 4 സ്ഥാനമാകുമ്പോൾ സ്ക്വയർ റൂട്ട് ആകുമ്പോൾ എത്ര സ്ഥാനം നീക്കണം? 2 സ്ഥാനം നീക്കണം. അപ്പൊ എന്ത് കിട്ടും? 0.55 എന്ന് കിട്ടും. അതാണ് ആൻസർ, 0.55. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത്. നിങ്ങൾ അത് നന്നായിട്ടൊന്ന് നോക്കുക. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, തീർച്ചയായിട്ടും ഓക്കെ ആക്കി തരാം. ബാക്കി നമ്മൾ ദശാംശ സംഖ്യയിൽ നിന്ന് പോകുന്നില്ലെന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 ദിവസം കൂടി എന്തായാലും ദശാംശ സംഖ്യകളിൽ ഉണ്ടാവും. അപ്പോഴേക്ക് എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. മറ്റു പിന്നെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് തൽക്കാലം നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ.